കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശക്കാർക്കെതിരെ കേസെടുത്തു. പ്രഹ്ലേഷ്, വിവേക് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തതോടെ ഇരുവരും ഒളിവിൽ പോയി. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷം തിരിച്ചടച്ചിട്ടും ഭീഷണി തുടരുകയായിരുന്നു. നെന്മിണി സ്വദേശി പ്രഹ്ലേഷ്, കണ്ടാണിശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇവരുടെ വീടുകളിൽ പരിശോധന നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും നടപടി തുടങ്ങി. ഇതിനിടെ മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാ പലിശക്കാർ മറ്റ് ഇടപാടുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് പ്രഹ്ലേഷിന്റെ ഭീഷണി. ഗുരുവായൂർ ഒന്ന് അന്വേഷിക്കുക, പ്രഹ്ലേഷായിട്ട് ആരാണ് എന്താണെന്ന്. മുന്നേ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ബദറുവിനും ഉപ്പാക്കും എല്ലാവർക്കും എന്നെ അറിയാം, നിന്റെ ഭാര്യയ്ക്ക് അറിയാം, നിന്റെ പെങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ വീട്ടിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. 13 ലക്ഷം നിന്ന് ദൈവം സഹായിച്ച് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പൈസ ഒന്നുമല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ഉമ്മാനെ 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഭഗവാൻ തന്നെ സത്യം. ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെ കാട്ടി കുറുമ്പം വാശികളാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ്. എനിക്ക് ആ പൈസ പോയിക്കോട്ടെ, 13 ലക്ഷം ഉറുപ്പിയല്ലേ, ഈ വിഷയമല്ല അത് കേട്ടോ. ഓക്കെ. കേസെടുത്തതോടെ ഒളിവിൽ പോയ ഇരുവരെയും പിടികൂടുന്നതിനായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.